അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലിയ സന്തോഷത്തിന്റെ ഒരു പുലരിയിലാണ് നാം, അഥവാ ചെറിയ പെരുന്നാൾ എന്ന സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, നല്ലൊരു ദിവസത്തിന്റെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തത്തിലാണ് നാം ഉള്ളത്. 29 ദിവസം ത്യാഗോജ്ജലമായ ജീവിതം നയിച്ച വിശ്വാസികൾ, പകലുകൾ നോമ്പ്, രാത്രികളിൽ ഇബാദത്ത്, മറ്റ് കർമ്മങ്ങൾ, അങ്ങനെയുള്ള ത്യാഗോജ്ജലമായ ജീവിതം എന്ന് പറയാൻ പറ്റുന്ന ആ സൽക്കർമ്മത്തിന്റെ 29 ദിവസങ്ങൾക്ക് ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് വിലമതിക്കാനാകാത്ത സ്വർഗമെന്ന സമ്മാനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി എല്ലാ തരത്തിലും തയ്യാറായിരിക്കുന്ന ഏറ്റവും നല്ല സമയമാണ്. ഇനി മക്കളോടൊത്ത്, കുടുംബത്തോടൊത്ത് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഈദ്ഗാഹുകളിലേക്കും പള്ളികളിലേക്കും ഇന്ന് മോമിനീങ്ങൾ ഒത്തുകൂടി ഇമാമിങ്ങളുടെ നേതൃത്വത്തിൽ പരിശുദ്ധമായ ചെറുപെരുന്നാൾ നിസ്കാരവും അതേപോലെ തന്നെ പരിശുദ്ധമായ ഖുതുബ കേൾക്കലും ഓതലും ഒക്കെയായി കഴിയുന്ന ആ ഇബാദത്തിനിടയിൽ അല്ലാഹു ലക്ഷക്കണക്കിന് വരുന്ന മലക്കുകളെ സാക്ഷിയാക്കി ആ സുന്ദരമായ പെരുന്നാളിന്റെ പരിശുദ്ധ റമളാന് വേണ്ടി അധ്വാനിച്ചതിന്റെ സമ്മാനം വിശ്വാസികൾക്ക് നൽകപ്പെടുകയാണ്. അതാണ് ഈ പെരുന്നാൾ സുദിനത്തിന്റെ ആഘോഷത്തിന്റെ ഏറ്റവും കാതലായ വശവും. അല്ലാഹു ആ സമ്മാനം വാങ്ങാൻ അർഹതപ്പെട്ടവരിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ഭക്ഷണങ്ങൾ കഴിച്ച് നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ ചേർത്ത് ദാനധർമ്മങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നൽകിയും സന്തോഷിപ്പിച്ചും ഒക്കെ വലിയ സന്തോഷത്തിൽ കൂടുക എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. അതേപോലെ അള്ളാഹുവിന്റെ ദിക്റിലായി കഴിഞ്ഞുകൂടലും അങ്ങനെ ആഘോഷിക്കാൻ പരിശുദ്ധ ദീൻ നമ്മെ അനുവദിക്കുമ്പോൾ തന്നെ ഒരിക്കലും ആ ആഘോഷങ്ങൾ ഇസ്ലാമിന്റെ പരിധിക്ക് പുറത്തു പോകരുതെന്നും അള്ളാഹുവിനും ദീനിനും മുത്ത് റസൂലുള്ളാഹിക്ക് നിരക്കുന്ന തരത്തിന്റെ വിരുദ്ധതയിലേക്ക് പോകരുതെന്നും പരിശുദ്ധ ദീൻ പഠിപ്പിക്കുമ്പോൾ നമ്മളത് ഗൌരവത്തിലെടുക്കണം. അള്ളാഹു ഈ ചെറിയ പെരുന്നാളിൽ സന്തോഷിക്കാൻ അവസരം തന്ന് നമുക്ക് കുടുംബസമേതം ഏറ്റവും വലിയ പെരുന്നാളാകുന്ന അള്ളാഹുവിനെ നാളെ സ്വർഗം മറന്ന് കാണാനുള്ള സൗഭാഗ്യ സംഗമത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിജാഹി സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.